എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ബ്രെഡ് പക്കോട. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ഏതാനും കൊണ്ട് ഇപ്പോൾ സ്നാക്സ് ആണ് നിറയെ ചിലവാവുന്നത്. അപ്പോൾ ഓരോ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി നോക്കലാണ് ഇപ്പോൾ പണി. ഇപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ള പക്കോടയാണ്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല എളുപ്പത്തിലുള്ളൊരു സ്നാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മിക്സ് ചെയ്യലും ഉണ്ടാക്കലൊക്കെ ഒരു 10 മിനിറ്റിനുള്ളിൽ കഴിയും. ഇത് നല്ല ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബ്രെഡ് പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിലൊന്ന് മുക്കാം. നന്നായിട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് പിഴിഞ്ഞെടുക്കണം. നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം വെള്ളം മൊത്തം പിഴിയാം. നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഓരോ സ്ലൈസ് ബ്രെഡും നമുക്ക് ഇതേപോലെ നന്നായിട്ട് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പിഴിഞ്ഞെടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡ് എല്ലാതും നന്നായിട്ട് പിഴിഞ്ഞെടുത്തു. ഇനി ഇതിലേക്ക് ഒരു സബോളയുടെ പകുതി മതി, എല്ലാം കുറേശ്ശെ മതി കേട്ടോ. ഒരു സബോളയുടെ പകുതി, അത് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ക്യാപ്സിക്കത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം, ഒരു 1/4 ഭാഗമൊക്കെ മതി, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. തക്കാളി ഒരു പകുതി തക്കാളി മതി, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് ഒരു പച്ചമുളകിന്റെ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ മല്ലിയില. ഇത് മല്ലിയില നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇട്ടോളൂ. ഇവിടെ മല്ലിയില കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ പച്ചക്കറി കടയിൽ എപ്പോൾ പോയാലും നല്ല ഫ്രഷ് മല്ലിയില ഉണ്ടാവും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ചതച്ച മുളക്, ഉണക്കമുളക് ചതച്ചത്, ഒരു 1/4 കപ്പ് മൈദ, 2 ടീസ്പൂൺ കോൺഫ്ലോർ. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം എല്ലാം കൂടെ. ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാം. ഇപ്പം ഇതിൽ തക്കാളിയിലും അതുപോലെ സബോളയിലും ഒക്കെ വെള്ളത്തിൻ്റെ അംശമുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡും വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടല്ലേ ചേർത്തേക്കണം. അത് കാരണം ഇനി വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല. ഇത് നന്നായി കുഴച്ച് വരുമ്പോൾ തന്നെ ശരിക്കും നല്ല പക്കോടയുടെ മാവ് പോലെ തന്നെ ആയിക്കോളും. പിന്നെ ഇതിൽ ക്യാപ്സിക്കം ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ചേർത്തോളൂ, ഇല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. തക്കാളി സബോളയൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണല്ലോ. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. നന്നായിട്ട് കുഴയ്ക്കുക. അപ്പൊ ശരിക്കും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിക്കോളും. അപ്പൊ എല്ലാം കൂടി നന്നായിട്ട് ഇതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കയ്യിൽ നിങ്ങൾ കൊട്ടി പിടിക്കണം തോന്നുകയാണെങ്കിൽ കുറച്ച് കയ്യിലൊന്ന് എണ്ണ തടവിയതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ഇതേപോലെ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പും നമുക്ക് ഇഷ്ടത്തിനുള്ള ഷേപ്പിനാക്കാം. നിങ്ങൾക്ക് കട്ട്ലറ്റിന്റെ ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ആക്കാം. അതല്ല ഇതേപോലെ വെറുതെ പക്കോട പോലെ വെറുതെ ഉരുട്ടിയിടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതിപ്പോൾ അങ്ങനെ ഒരു പക്കോട പോലെ വെറുതെ ഇങ്ങനെ ഉരുട്ടിയിടുകയാണ്. എണ്ണ ചൂടായോ എന്നൊരു ചെറിയ പീസ് ഇട്ട് നോക്കാം. അപ്പം എണ്ണ നന്നായി ചൂടായി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലിടുക. അതിന് ശേഷം നമുക്ക് ഈ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് അടുത്ത സൈഡ് മൊരിയുമ്പോൾ നമുക്ക് പതുക്കെ മറിച്ചിടാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കുറേശ്ശെ ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ തീ ഫുള്ളിലിട്ടിട്ട് ചെയ്യരുത്. കാരണം തീ ഫുള്ളിലിട്ടുണ്ടെങ്കിൽ മേലെ മാത്രം പെട്ടെന്ന് മൊരിഞ്ഞു പോവും, ഉള്ളിൽ വേവാണ്ടുണ്ടാവും. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചാൽ മതി. അപ്പം രണ്ടും മേലും ഉള്ളിലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും.
ഇത് നന്നായിട്ട് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മൊരിഞ്ഞിട്ട് നല്ല ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് എടുക്കാം. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്? ഒരു 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം.